എല്ലാവർക്കും നമസ്കാരം. ഡേ 2 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് USSന്റെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. നമ്മുടെ ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ കറന്റ് അഫയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പത്രവാർത്തകളുമായി ബന്ധപ്പെട്ട രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനുള്ളതല്ല, എന്നിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇന്ത്യ 2 തവണയാണ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത്. ഏകദിന ക്രിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 50 ഓവർ വരുന്ന കളിയാണ്. അപ്പോ ഈ ടീമുകളുടെ ക്യാപ്റ്റന്മാർ ആരൊക്കെയായിരുന്നു? അപ്പോൾ 1983 ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുന്നത്. അന്ന് ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു. 2011 അതിനുശേഷം അത് ക്യാപ്റ്റൻ MS ധോണിയാണ്. അതേപോലെ T20 വേൾഡ് കപ്പ് ഇപ്പോൾ ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ 2024 ഇന്ത്യയാണ് ജയിച്ചത്. അപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. മികച്ച പ്ലെയർ ആരാണ്, മികച്ച സീരീസ് പ്ലെയർ ആരാണ് തുടങ്ങിയ ആ മാച്ച് ഡേയിലെ മാൻ ഓഫ് ദ മാച്ച് ആരാണ്, മാൻ ഓഫ് ദ സീരീസ് ആരാണ്, ആ ചോദ്യങ്ങൾ കൂടി എക്സ്പെക്ട് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോ ഇന്ത്യ 2024 T20 വേൾഡ് കപ്പ് നേടി. T20 വേൾഡ് കപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 20 ഓവർ 2020 ക്രിക്കറ്റ് ആണ്, 20 ഓവർ കളി. അപ്പോൾ അതിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. പിന്നീട് ഇപ്പോൾ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. തൊട്ടടുത്ത വർഷമാണ്, ഈ 2025 നടക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് ഇന്ത്യ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യ ജയിച്ചിട്ടില്ല. 2 തവണ റണ്ണർ അപ്പർ ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഓർത്തിരിക്കുക. ഇനി അതുപോലെ ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചെസ്സില് ഡി ഗുഗേഷിനെ ഓർത്തിരിക്കുക. വേൾഡ് ചാമ്പ്യൻ ആണ്. ഇപ്പോഴത്തെ ലോക ചെസ് ചാമ്പ്യൻ ആര്? ലോക ചെസ് ചാമ്പ്യനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഡി ഗുഗേഷ്. ഏത് സ്റ്റേറ്റുകാരനാണ്? തുടങ്ങിയ ചോദ്യങ്ങൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരെയാണ് തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ചൈനയുടെ ഡിങ് ലിറനെയാണ് തോൽപ്പിച്ചത്. പിന്നെ അതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നത്. അത്രയും കൺഫ്യൂസ്ഡ് ആക്കാറില്ല 7ാം ക്ലാസ്സിലെ കുട്ടികളെ. ആരാണ് ലോക 1 നമ്പർ ചെസ് താരം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ പിന്നീട് റേറ്റിംഗ് പ്രകാരം മാഗ്നസ് കാൾസൺ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്ലെയർ. നോർവേയുടെ കളിക്കാരനാണ്. ലോക ചാമ്പ്യൻ ആര് എന്നുള്ള ചോദ്യമാണെങ്കിൽ ഡി ഗുഗേഷ് ആണ്. ഓക്കെ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. റേറ്റിംഗ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ മാഗ്നസ് കാൾസൺ ആണ് ഏറ്റവും മുകളിൽ. ഡി ഗുഗേഷ് ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എൻഡോസൾഫാന്റെ പദ്ധതിയും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതായിരുന്നു. മണ്ണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഈ ഒരു ഭാഗം ഇപ്രാവശ്യത്തെ പുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. നമുക്ക് ഈ 2025 പുസ്തകത്തിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പാറ പൊടിഞ്ഞ് മണ്ണാകുന്നത്. ഇത് തെറ്റാണ്. കാരണം വളരെ കുറഞ്ഞ കാലയളവല്ല, ഒരുപാട് വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് മണ്ണ് രൂപം കൊള്ളുന്നത്. ജൈവാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ മണ്ണ് മലിനമാകും. മണ്ണ് മലിനമാകില്ല. ജൈവാവശിഷ്ടം എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് അഴുകിച്ചേരാൻ കഴിയുന്നതാണ്. അപ്പൊ മണ്ണിന്റെ വലക്കൂറ് വർദ്ധിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് ആണെങ്കിലാണ് മണ്ണ് മലിനമാകുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഇത് നല്ലൊരു ചോദ്യമായിരുന്നു, കാരണം ചിന്തിച്ചാൽ മാത്രമേ ഇതിന്റെ ഉത്തരം കിട്ടും. രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി കുറയ്ക്കും. ഈ ഓപ്ഷൻ കറക്റ്റ് ഡയറക്റ്റ് ഓപ്ഷനാണ്. ഉത്തരം ശരിയാണ്. രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഫലപുഷ്ടി കുറയ്ക്കും. ഇത് നമ്മുടെ പുസ്തകത്തിലെ ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. ഗ്രീൻ റവല്യൂഷൻ നമ്മുടെ പാഠപുസ്തകത്തില് പേജ് 103 ആണെന്ന് തോന്നുന്നു. നോക്കുക. ഗ്രീൻ റവല്യൂഷന്റെ പരിമിതികളും നേട്ടങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുണ്ട്. മണ്ണിനടിയിൽ ജീവസാന്നിധ്യം തീരെയില്ല. മണ്ണിൽ ധാരാളം ജീവികൾ ഉണ്ട്. നമുക്ക് കാണാൻ കഴിയാത്തതുമായിട്ട് ധാരാളം ജീവികളുണ്ട്. അപ്പോ കുറച്ച് ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ മണ്ണിൽ വസിക്കുന്നുണ്ട്. ആ ഒരു ഓപ്ഷനും തെറ്റായിട്ട് വരുന്നു. അപ്പൊ ആൻസർ സി ആണ്. ഇതേ ഒരു ചോദ്യം 2024 ചോദിച്ചത്, കഴിഞ്ഞ വർഷം ചോദിച്ചത്, മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാനുള്ള കാരണം തുടർച്ചയായ രാസവള പ്രയോഗം. ഇതേ ആൻസർ തന്നെയാണ് 2022 ചോദിച്ചത്. നോക്കുക. ഇനി അമിതമായ ജലചൂഷണം എവിടെ പഠിക്കും? നമ്മൾ ഗ്രീൻ റവല്യൂഷനിൽ പഠിക്കും. ഒരേ വിളകൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നത്, മലിനീകരണം തുടങ്ങിയവ മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് വരുന്നത് തന്നെയാണ്. ഈ ഒരു പേജാണ് നിങ്ങൾ പുസ്തകത്തിൽ നല്ല രീതിയിൽ ഓർത്തിരിക്കേണ്ടത്. ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അതിലെ നേട്ടങ്ങൾ: ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു,
അപ്പോൾ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു തുടങ്ങിയവ നേട്ടങ്ങളായിട്ട് പറയാവുന്നതാണ്. അതേസമയം പരിമിതി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെ അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് 2022 ചോദിച്ചിട്ടുണ്ട്, 2024 ചോദിച്ചിട്ടുണ്ട്. എന്താ 2025 ചോദിച്ചൂടെ? 2025 ചോദിക്കാനുള്ള നല്ലൊരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നോട്ടുകൾക്കും മറ്റുമായി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ USS 2025 കേരള എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, വായിച്ചു നോക്കാം. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി ഗുഗേഷ് ആണ് വിന്നർ, ഡിഗ്ലറിനെയാണ് തോൽപ്പിച്ചത്. ഫിഫ വേൾഡ് കപ്പ് വെന്യൂ കൂടി ആലോചിച്ചിരിക്കുക. 2022 ഖത്തർ ആയിരുന്നു. 2026 നടക്കാൻ പോകുന്നത്, അടുത്ത വർഷം നടക്കാൻ പോകുന്നത് കാനഡ, മെക്സിക്കോ,